സർക്കാർ സർവീസിലെ ദീർഘകാലം പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് സാധാരണ പാർട്ടി പ്രവർത്തനം മാറി നിൽക്കേണ്ടി വന്നൊരു കാലം കൂടി. അതുകൊണ്ടാണ് ഈ ഭാരവാഹി ഒന്നാകണ്ട ഇപ്പം. അതാണ് അതൊരു സങ്കടം ഉണ്ടോ ഉള്ളിൽ? സങ്കടമല്ല, അങ്ങനെ ഒന്നുള്ളതുകൊണ്ട് ഇതൊക്കെ സാധിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഉപജീവനത്തിന് മാർഗ്ഗമില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നേതാവിൻ്റെ കൂടെ പോയിട്ട് ഓൻ്റെ ഒപ്പിച്ചേർന്ന് ഓൻ്റെ അവദാനങ്ങൾ പാടി എന്നിട്ട് ഇതുകൊണ്ട് എന്നൊക്കെ പറയും ജീവിക്കുന്നതൊരു വലിയ പ്രശ്നമല്ലേ. അന്ന് സ്ഥിരമായിട്ട് ഒരു സർക്കാർ ജോലിയുള്ളതുകൊണ്ട് ലൈഫ് സെറ്റ് ഇവരാരെങ്കിലും മുനാശിക്കിൻ്റെ ആവശ്യം വന്നില്ലല്ലോ. അപ്പോൾ അയാളെന്തോ ഒരു പ്രസംഗത്തിൽ ഇപ്പോൾ ഞാൻ വിമത മന്ത്രിയുടെ വീരസ് എന്ന് മറ്റും ഒരു ലേഖനം എഴുതി, കുറച്ച് കടുപ്പ. ഇവർ MC എന്ന് മറ്റും അന്ന് എഴുതി, പേരൊന്നുമില്ല. അപ്പോൾ അന്നത്തെ അഖിലേന്ത്യക്കാർക്ക് ഭയങ്കര വിമത. അപ്പോൾ വലിയത് 12 ശരീരത്തിൽ ഓനെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ഓനങ്ങനെ എഴുതാൻ പാടുണ്ടോ എന്നല്ല. അപ്പോൾ ഇതിന് കേസായി, മെമ്മറാണ്ടും ഇതൊക്കെ പിരിച്ചുവിടാനുള്ള ഷോക്ക് കോസ്റ്റ് നോട്ടീസില്ലേ. അപ്പോൾ ഓര് പറഞ്ഞ് ഞങ്ങൾ ഇവരെ മന്ത്രിയാക്കിയത്, നമ്മൾ പോലെ മുഖ്യമന്ത്രിയാക്കിയെന്ന് പറയുന്നില്ല. നമ്മുടെ ആൾക്കാർ അറിയാണ്ട് പറയാം നമുക്ക് അയാളല്ലേ മന്ത്രിസ്ഥാനത്ത്, അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് നമ്മളല്ലേ. 57 മുഖ്യമന്ത്രി ആവുന്നു. അങ്ങനെ നമ്മൾ കൊടുത്തിട്ടല്ലേ. നമ്മൾ ഇലക്ഷൻ സാധിച്ചെങ്കിൽ ഓടി ജയിക്കുമോ? ഭാവിയിൽ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം, അതിന് കായികമിലത്ത് കൊടുക്കുന്ന മറുപടി ഇത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണോ അത് തന്നെ അന്നും തുടരുമെന്നുള്ളത്.